On this note, I am pleased to invite Srimati Dilna Teacher, Honorable President, Mullasheri Grama Panchayat, who was our former faculty, to take the stage for inaugurating the event and to deliver an inauguration speech. Please, ma'am. So, now I am glad to invite Mr. Damodar Mampalli, who is a well-known producer and also teacher at Purnatagara Gurukulam Vidya Mandir, onto the stage for his valuable words. Sir, please come on. എല്ലാവർക്കും നമസ്കാരം. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ വളരെ പെട്ടെന്ന് നായകനുമാവും, വളരെ പെട്ടെന്ന് വില്ലനുമാവും. അത് എന്താണെന്ന് വെച്ചാൽ വളരെ കുറച്ച് സംസാരിച്ച് രക്ഷപ്പെട്ട അലിഖ കമൻഡേറ്റൻ നമ്മുടെ പ്രസിഡന്റ് അവരൊക്കെ ഇപ്പോൾ ഹീറോ ആയിട്ടിരിക്കുകയാണ്. അധികം സംസാരിച്ച് ഒരു വില്ലനാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മേക്കപ്പ് ഇട്ട കുഞ്ഞുമക്കൾ എനിക്കറിയാം, ഞാനും കുട്ടികളെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് അവരെ മേക്കപ്പ് കുറച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും. എന്നാലും കുറച്ച് വാക്ക് പറയാം. പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട് മാഷേനെ വരണം പരിപാടിക്ക്. അത് എൻ്റെ ഇതുകൊണ്ടല്ല, ഞാൻ അധ്യാപകനായതുകൊണ്ടാണ്. പക്ഷെ ഞാനങ്ങനെ പോകാറില്ല, കാരണം അത് എനിക്കിഷ്ടമല്ല. പക്ഷേ ഇവിടെ വിവേകാനന്ദ എന്ന് കേട്ടപ്പോഴാണ് നമ്മുടെ രാഗി ടീച്ചർ ഹസ്ബൻഡ് ശ്രീനാഥ് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിനോട് വളരെ കണക്ഷനുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എൻ്റെ സ്കൂളിൻ്റെ പേര് പൊറനാട്ടുകര ഗുരുകുല വിദ്യാമന്ദിരം എന്നല്ല, ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം പൊറനാട്ടുകര. കേട്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഈ വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണദേവനും തമ്മിൽ വലിയൊരു കണക്ഷനുണ്ട്. വിവേകാനന്ദൻ്റെ ആദ്യ നാമം നരേന്ദ്രൻ, വിവേകാനന്ദനാവുന്നതിന് മുമ്പ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ പ്രായത്തിലുള്ള ഒരു നരേന്ദ്രൻ നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച് വീട്ടുകാരെയും അധ്യാപകരെയും ബുദ്ധിമുട്ടിക്കുന്ന മിടുക്കനായൊരു കുട്ടിയായിരുന്നു. വിവേകാനന്ദനാവാൻ കാരണം ആ കുട്ടിയുടെ കഴിവല്ല, ആ കുട്ടിയുടെ സർവമത വളർച്ചയ്ക്ക് അനുയോജ്യനായ ഒരു ഗുരുനാഥനെ കണ്ടെത്താൻ പറ്റും. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ. വെറും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ക്ഷേത്രത്തിലെ പൂജ ചെയ്ത് ജീവിക്കുന്ന കാളി ഭക്തനായ ഒരു ഗുരുനാഥനെ കിട്ടിയത് കൊണ്ടാണ് നരേന്ദ്രനാഥ ദത്ത എന്ന് പറയുന്ന കുട്ടി ലോകമറിയുന്ന വിവേകാനന്ദനായിട്ട് മാറിയത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ കുട്ടികളെ അയച്ച സ്ഥലം തെറ്റിയിട്ടില്ല. നിങ്ങളുടെ കുട്ടികളും നിങ്ങളും ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ വന്ന കുട്ടികളൊക്കെ
ഭാവിയിൽ ഒരു വിവേകാനന്ദനായിട്ട് മാറും. കാരണം അത്രമാത്രം നേട്ടങ്ങൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ സുഭാഷ് മാഷ് അതിനെ പറ്റി പറയായിരുന്നു. ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഒരു സന്തോഷം. പിന്നെ അധ്യാപനത്തിൻ്റെ ഇടയിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ടീച്ചർമാരും അനുഭവിക്കുന്നുണ്ടാവും കുറച്ചൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് രക്ഷിതാക്കളോട് പറയാം, അതൊരു ഉപദേശമായിട്ടൊന്നും എടുക്കരുത്. ഉപദേശിക്കാൻ മാത്രമുള്ള ഒരു വലിപ്പമൊന്നും എനിക്കില്ല. ഞാൻ ആരും ഉപദേശിക്കാറുമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂറും കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നാൽ ജസ്റ്റ് ഒരു അരമണിക്കൂറും കുട്ടിയുമായി സംസാരിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഇവിടെ ഉണ്ട്? ഒന്ന് കൈവക്കുക, ആത്മാർത്ഥമായിട്ട് കൈവക്കണം. അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളിൽ നടന്ന സംഭവങ്ങൾ ചോദിച്ചറിഞ്ഞ് നല്ലൊരു ശ്രോതാവ്, ഒരു ഗുഡ് ലിസണറായിട്ട് ഇരിക്കുന്ന എത്ര അമ്മമാരെ ഞാൻ പറയുള്ളൂ. അച്ഛന്മാർക്ക് ഉത്തരവാദിത്വമൊക്കെ കുറവാണ്, ഞാനടക്കം. അതൊക്കെ അമ്മ നോക്കിക്കോളെന്ന് പറഞ്ഞ് ഒഴിവാക്കും. പക്ഷെ അമ്മമാരെ കാര്യം ഞാൻ പറയണേ, എത്ര പേരുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ കുട്ടി വഴിതെറ്റി പോവില്ല. ഒരു ദിവസം നമ്മുടെ അവിടെ വരുന്ന രക്ഷിതാക്കളുടെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ വലിയ കംപ്ലൈൻറ്റാണ്. പക്ഷെ അതിൻ്റെ കാരണം അടിസ്ഥാനം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുമായി സംസാരിച്ചിട്ട് മാസങ്ങളായിട്ടുള്ള രക്ഷിതാക്കളുണ്ട്. ഒരു മൊബൈൽ കൊടുത്ത് കുട്ടികളെ റൂമിലേക്ക് പറഞ്ഞു വിടും. അപ്പോൾ അവർ കണക്കാക്കുന്നത് എന്താണ്? കുട്ടിയുടെ ശല്യം തീർന്നു, സുഖമായിട്ട് സീരിയൽ കാണാം, കിടന്നുറങ്ങാം, അടുത്ത വീട്ടിലെ കുട്ടികളും സ്ത്രീകളുമായിട്ട് പോയിട്ട് നമുക്ക് മറ്റുള്ള പരദൂഷണം പറയാം. അപ്പോൾ കുട്ടിയുടെ ശല്യമില്ല. അവൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനടക്കമുള്ള അധ്യാപകർ ചിലപ്പോൾ വഴക്ക് പറഞ്ഞു എന്ന് വരും. തീരെ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ അതിവിടെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ആരെങ്കിലും ഞാനെന്താ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു തെളിവായിട്ട് വേണ്ടല്ലോ, അതോടെ കിടക്കട്ടെ. അപ്പോൾ അതൊക്കെ ചെയ്തു വരും. അതെ, ലൈവ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുന്നവരാരും ഇല്ല കേട്ടോ, അത് മാറ്റി കളഞ്ഞേക്ക് കിട്ടൂ. ഞാൻ ആലോചിക്കുന്നു, നമ്മുടെ ശിവപ്രസാദ് സാർ ഇവിടെ ഉണ്ട്. നമ്മുടെ കോവിഡ് വന്നു, ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങളുടെ മുഖം എന്തോ ക്ഷണിക്കപ്പെടാത്തൊരു സ്ഥലത്ത് വന്നൊരു ഭീതി എന്നെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇതൊക്കെ. പെട്ടെന്ന് അവസാനിപ്പിക്കാം. കോവിഡ് വന്ന സമയത്ത് നമ്മൾ വിചാരിക്കും കേരളം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണ്, നമ്മൾ കഴിവുകൊണ്ടാണ് പിടിച്ചു കെട്ടിയെന്ന് വിചാരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ സാറിനറിയാം, ഒരൊറ്റ കേസ് പോലും, പെറ്റി കേസ് പോലും ചാർജേണ്ട അവസ്ഥ വന്നിരുന്നില്ല. നമ്മൾ പുറത്തിറങ്ങാതെ വീട്ടിലടങ്ങിയിരുന്നതിന് കാരണം എന്താ? പോലീസിന് നല്ല പട്ട കിട്ടുമെന്ന് ചോദിച്ചിട്ടാണ്. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പുറത്തിറങ്ങിയ കേസ് വരും, നിയമ നടപടി നേരിടേണ്ടി വരും, കടുത്ത ശിക്ഷയും കിട്ടുമെന്നുള്ളതിന് മാത്രമാണ് നമ്മൾ വീട്ടിലടങ്ങിയിരുന്നത്. അതുപോലെ കുരുത്തക്കേടോ അല്ലെങ്കിൽ കുട്ടികളാകുമ്പോൾ കുറുമ്പുണ്ടാവും, അധ്യാപകരൊന്ന് ശാസിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കും. എന്നാ മരുന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ വലിയൊരു പർവ്വതീകരിച്ച് കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും, എന്ത് തെറ്റ് എൻ്റെ ഭാഗത്തുണ്ടായാലും അച്ഛനും അമ്മയും എന്നെ ന്യായീകരിക്കാൻ കൂടി ഉണ്ടാവുന്ന എന്ന് കുട്ടി ചിന്തിച്ചു തുടങ്ങുന്നോ അന്ന് തൊട്ട് ആ കുട്ടി നിങ്ങൾക്കൊരു തലവേദനയായിരിക്കും. ഒരു സംഭവം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ആഴ്ച ഒരു 4-5 കുട്ടികളെ ഓഫീസ് റൂമിലേക്ക് പിടിച്ചു. അതായത് ഒരു 6-ആം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, എന്നും ഈ കുട്ടിയുടെ കയ്യിൽ 50 രൂപ 100 രൂപ വരുമ്പോൾ കടയിൽ കയറുന്നു. അതെങ്ങനെ ചിലവാകുമെന്ന് അറിയുന്നില്ല. അമ്മേനെ വിളിച്ചു, അച്ഛൻ ഗൾഫിലാണ്. അമ്മ വന്നു, അമ്മാവൻ വന്നു, സംസാരിച്ചു. ഒരു പൊട്ടിക്ക് ഈ കുട്ടി സമ്മതിക്കുന്നില്ല. അവസാനം ഈ കുട്ടി പറഞ്ഞൊരു ഡയലോഗ് നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പോൾ മാഷ് പറഞ്ഞു, ഇനി കാശ് കൊടുക്കരുത്, നിങ്ങളുടെ പേഴ്സിലെ പൈസയുടെ കണക്ക് നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിച്ച് വയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറയാണ്, 6-ആം ക്ലാസ് പഠിക്കുന്ന കുട്ടി പറയാണ്, എനിക്ക് കൃത്യമായിട്ട് പൈസ തന്നില്ലെങ്കിൽ അമ്മേനെ ഞാൻ തല്ലും. ഞാൻ കേട്ടതാണ്. എനിക്ക് പൈസ തന്നില്ലെങ്കിൽ അമ്മയും തല്ലും. അത് ഞാനല്ല തല്ലുക, എൻ്റെ കൂട്ടുകാരെ കൊട്ടേഷൻ ടീമുകളുണ്ടെന്ന് പുറത്ത്, അവരാണ് തല്ലുകയെന്ന്. അത് കേട്ട വഴിക്ക് പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചോ. അപ്പം ഇങ്ങനെയുള്ള കുട്ടിയെ നമ്മൾ അധ്യാപകരെ ശാസിക്കാതെ എന്ത് ചെയ്യും? അപ്പം നമ്മൾ കുട്ടികളെ നല്ലൊരു ശ്രോതാവായി അവരുടെ വിഷമങ്ങളൊക്കെ കേൾക്കണം. പ്രത്യേകിച്ച് അധ്യാപകരോട്. ഞാൻ അത്ര വലിയ അധ്യാപകനായതുകൊണ്ട് പറയണതല്ല. രാവിലെ വന്ന് നിങ്ങളൊരു അരമണിക്കൂർ കുട്ടികളുടെ വീട്ടിലെ വിശേഷങ്ങൾ, എവിടെ പോയി, എന്തൊക്കെയാണ് കൂട്ടുകെട്ട് നമ്മൾ ചിന്തിക്കുക. കാരണം രക്ഷിതാക്കളെക്കാൾ കൂടുതൽ സമയം കുട്ടികൾ നമ്മുടെ കയ്യിലാണ്. കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഒരു സ്ഥലത്ത് ഞാൻ അധ്യാപകരെ എന്നെ വിളിച്ചു പോയി. അപ്പോൾ ഞാൻ രക്ഷിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളെ ആരാക്കാൻ ആഗ്രഹിക്കാം. അപ്പോൾ കുറേ പേര് ഡോക്ടർ, എഞ്ചിനീയർ, അത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ കുഴിയാനകളാവാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു.
രക്ഷിതാക്കളൊക്കെ മറ്റേ വിളിച്ചുകൊണ്ട് നാളെ നോക്കി ഇങ്ങനത്തെ ഒരു മനുഷ്യനാണ് അത് പറയാൻ വിളിച്ചുകൊണ്ടുവന്നത്. കാരണം കുഴിയാനാവാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുഴിയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെ സങ്കല്പം എന്താ, പിന്നോട്ട് നടക്കുന്ന ഏറ്റവും മടിയനായിട്ടൊരാളെന്നാണ് നമ്മുടെ ഉദ്ദേശം. അതല്ല, അങ്ങനെയല്ല. ഞാനത് പറഞ്ഞു മനസ്സിലാക്കി. കാരണം വളരെ അക്യുറേറ്റ് ആയിട്ട് ത്രികോണ സ്തംഭം ഉണ്ടാക്കാൻ പറ്റുന്ന ജന്തുലോകത്തെ ഏക ജീവിയാണ് കുഴിയാന. അപ്പം ഇത് പറഞ്ഞപ്പോൾ രക്ഷിതാക്കൾക്ക് ചെറിയൊരു പുഞ്ചിരി വന്നു. ഓ അല്ലേ, കുഴപ്പമില്ല അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക, ഗണിതത്തിലെ മികച്ച ശാസ്ത്രജ്ഞന്മാർ വന്ന് കുഴിയാനെ ഉണ്ടാക്കുന്ന കുഴി അളന്നു നോക്കി അതിൻ്റെ വൃത്തത്തിനും ആരത്തിനും 1 ഇഞ്ച് പോലും വ്യത്യാസമില്ലാതെ ത്രികോണസ്തംഭം ഉണ്ടാക്കുന്ന ജീവിയാണ് കുഴിയാന. അതൊരു ഗുണം. രണ്ടാമത്തെ ഗുണം എന്താണ്? അത് അധ്യാപകരും കുട്ടികളും കുഴിയാനയാവണമെന്ന് ഞാൻ പറയാം. കാരണം ആ കുഴിയുടെ അവിടെ ഇരുന്ന് വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ തനിക്ക് പറ്റിയ ഇര കുഴിയുടെ മുകളിൽ വന്നു എന്ന് മനസ്സിലാക്കി അടിയിലെ മണൽ കാലുകൊണ്ട് ഒന്ന് തോണ്ടുമ്പോൾ ആ ഇര നേരെ വീടിനടക്കിയ ആ കുഴിയിലേക്കാണ്. അപ്പോൾ അധ്യാപകർ ഒരു കുഴിയാനിയായി വളരെ ക്ഷമയോടെ കുട്ടികളെ കേട്ട് അവരുടെ നല്ല കഴിവുകൾ കുഴിയിലേക്ക് വീഴ്ത്താൻ അവരുടെ മനസ്സിലേക്ക് വീഴ്ത്തി കൊടുക്കുകയും കുട്ടികളും അതുപോലെ തന്നെ വളരെ ക്ഷമയോടെ രക്ഷിതാക്കളും അധ്യാപകരും പറയുന്നത് ശ്രദ്ധയോടെ കേട്ട് പഠിക്കാനുള്ളൊരു മനസ്സും ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുട്ടികളെ ഒരു ട്രാക്കിലേക്ക് വിടും. അതിന് പറ്റിയ ഏറ്റവും നല്ല വഴി കുട്ടികളെ പഠനത്തിന് ശേഷം കലാപരമായ രീതിയിലേക്ക് വഴിതിരിച്ചു വിടുക. എത്ര രക്ഷിതാക്കൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷേ അതുകൊണ്ട് ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനൊരു പരിപാടിക്ക് എന്നെ വിളിച്ച നമ്മുടെ സെബാസ്റ്റ്യൻ മാഷ്ക്ക്, ഒപ്പം നമ്മുടെ രാഗി ടീച്ചർ ഹസ്ബൻഡ് ശ്രീനാഥ്, സുഹൃത്താണ്, സഹോദരൻ തുല്യനാണ്. പിന്നെ ഒരു സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ കുറേ കാലത്തിന് ശേഷം ഞാൻ പാലിക്കോട്ട് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറമ്പന്നൽ ഹൈസ്കൂൾ പഠിച്ചത്. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ അവിടെ ഒരു ചാമ്പ്യൻ ഉണ്ടായിരുന്നു. നിങ്ങൾ പലർക്കും അറിയും, കിങ്ങണി സൗണ്ടിൻ്റെ സുനിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഹീറോ ആയിരുന്നു, റോൾ മോഡലായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കും, സംസ്ഥാന ശാസ്ത്രമേളയിലെ കുട നിർമ്മാണത്തിന് സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് മേടിച്ച സുനിയേട്ടനാണ് ഇരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ. അപ്പോൾ കുട നിർമ്മാണത്തിന് ഒരു പ്രശ്നമുണ്ട്. 2 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല സമയം, 2 മണിക്കൂർ സമയം കൊണ്ട് മാക്സിമം കുടയുണ്ടാക്കണം. അത് വളരെ കൃത്യമായിരിക്കണം, ഉപയോഗയോഗ്യമായിരിക്കണം, ഫിനിഷിങ് വേണം. എത്ര കുട ഉണ്ടാക്കിയത് എനിക്കറിയാം. സുനിയേട്ടൻ കുറേ കുടകൾ ഉണ്ടാക്കിയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനെ, യഥാർത്ഥ ഹീറോനെ കണ്ടുകൊണ്ടാൻ സാധിച്ചതിലും വളരെ സന്തോഷം. അങ്ങനെ ഒരിക്കൽ കൂടി ഇതിൽ ക്ഷണിച്ചതിനും ഇവിടെ വരാൻ സാധിച്ചത് നന്ദി പറയുന്നു. പിന്നെ വേദിയിലെ വിശിഷ്ട വ്യക്തികളൊന്നും ഞാൻ അഡ്രസ് ചെയ്തില്ല, എന്തായാലും ക്ഷണിക്കണം. ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. എല്ലാവരോടും സന്തോഷം പങ്കുവെച്ച് ഓക്കെ, താങ്ക് യു. Thank you, sir. You really shared a wise knowledge section actually. You said about the importance of the communication between children and parents, the relation between the children and teachers. It was actually very proud that someone is here in front of us to give this kind of knowledge to us. Thank you so much. And sir, can you please come forward to give our next session of prizes? We are so excited and proud to welcome our super talented and wonderful kid who has repeatedly won first prize in Revenue District Kalotsavam in Autumn-Tullal. Her gifted talent and hard work have paid off. I proudly welcome Kumari Iraina Fatima KB and her parents onto the stage.
Kaloltsav winners. Mary Janice got first place with an A grade in English recitation. Nathan P.S. got first place with an A grade in Kannada poem. Second place with an A grade. Participants are Anna Maria C.L., Malavika A.M., Mary Janice, Arunika P.A., Dhwani Subhash, Aradhya A.M., Aradhana Raj, Devapriya B.L. got third place with an A grade in Mona Act. Sriyan Kiran got A grade in English action song. Aradhana Raj got A grade in Malayalam recitation. Nathan P.S. got A grade in Mappalapat and Lalita Ganam.